കേരളത്തിലെ അതിപ്രശസ്തവും പുരാതനവുമായ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. തൃപ്രയാർ തേവരുടെ വിഗ്രഹം ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ വെച്ച് പൂജിച്ചിരുന്നതാണെന്നാണ് പഴമക്കാർ പറയുന്നത്. ഈ കാണുന്നതാണ് കരുവന്നൂർ പുഴ. ഈ കരുവന്നൂർ പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രത്തിൽ ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠ. ശ്രീരാമസ്വാമിയുടെ ദാസനായ ഹനുമാന്റെ സാന്നിധ്യമുള്ള ഈ ക്ഷേത്രത്തിൽ ചാത്തൻ സ്വാമി ഭഗവാനെ സേവിക്കുന്നു എന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. പണ്ട് അറബിക്കടലിൽ മീൻ പിടിക്കാൻ പോയ ചിലർക്ക് 4 വിഗ്രഹങ്ങൾ കിട്ടിയെന്നും അത് ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന വിഗ്രഹങ്ങളായിരുന്നു എന്നും ഈ 4 വിഗ്രഹങ്ങളിൽ ശ്രീരാമനെ തൃപ്രയാറും ഭരതനെ ഇരിങ്ങാലക്കുടയിലും ലക്ഷ്മണനെ മൂഴിക്കുളത്തും ശത്രുഘ്നനെ പായമ്മലും പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണെങ്കിലും സാധാരണ ചതുർബാഹു വിഗ്രഹത്തിൽ നിന്നും വ്യത്യസ്തമായി കൈകളിൽ ശംഖ്, ചക്രം, കോദണ്ഡ് അതായത് ചെങ്കോൽ, അക്ഷരമാല എന്നിവ വരിച്ചാണ് നിൽക്കുന്നത്. ആയതിനാൽ തന്നെ ഇവിടുത്തെ വിഗ്രഹത്തിൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ ചൈതന്യമുണ്ട് എന്നാണ് വിശ്വാസം. ഇവിടെ ശ്രീകോവിലിനകത്ത് വിഗ്രഹത്തിന്റെ വലത്തായി ശ്രീദേവിയെയും ഇടത്തായി ഭൂമിദേവിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊന്നാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഏകാദശി വരുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന സംഗീത കലാപരിപാടികളും അടക്കമുള്ള ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സ്റ്റേജ് പ്രോഗ്രാമും പിന്നെ ദ്വാദശി ഏകാദശി കൂടിയുള്ള എഴുന്നള്ളിപ്പ് 3 ദിവസം എഴുന്നള്ളിപ്പുകളും കാര്യങ്ങളും നടക്കുന്നതാണ്. ഏകദേശം 10-30ഓളം ആനകൾ ഏകാദശി ദിവസം തന്നെ തൃപ്രയാർ ക്ഷേത്രത്തിൽ വഴിപാടും ദേവസ്വത്തിൻ്റെ അതൊക്കെ എല്ലാം കൂടി 10-30ഓളം ആനകൾ എഴുന്നള്ളിക്കുന്ന വലിയൊരു ഉത്സവമാണ്. പിന്നെ ആറാട്ടുപുഴ പൂരത്തിനുള്ള തേവരുടെ പുറപ്പാട് വളരെ മനോഹരമായ, വളരെ ചടങ്ങുകളോടും ചിട്ടയോടും കൂടി നടക്കുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ പെട്ട ഒരു ചടങ്ങാണ്. പിന്നെ കർക്കിടക മാസം, രാമായണ മാസവുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ കർക്കിടക മാസത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടാറ്. നാലമ്പല തീർത്ഥാടനം ത്തിൻ്റെ ഭാഗമായി തൃപ്രയാറിൽ തന്നെ വലിയ ഒരുക്കങ്ങളാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 4000-ഓളം പേർക്ക് അകത്ത് തന്നെ മഴ നനയാതെ നിന്നുകൊണ്ട് തന്നെ ദർശനം നടത്തുന്നതിനുള്ള സൗകര്യങ്ങളും ചുക്കുവെള്ളം അങ്ങനെ തുടങ്ങിയ വെള്ളങ്ങളും ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയുള്ള ഹെൽത്ത് സെൻ്ററുകൾ കൂടാതെ പോലീസിൻ്റെ സേവനങ്ങൾ തുടങ്ങി വളരെ വിപുലമായ തോതിൽ ഭക്തജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ ദർശനം നടത്തി പോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ 16-ാം തീയതിയാണ് കർക്കിടക 1-ാം തീയതി. ഈ കർക്കിടക മാസത്തിൽ തന്നെ ഓഗസ്റ്റ് 3-ാം തീയതി 1008 നാളികേരം കൊണ്ടുള്ള ഗണപതി ഹോമവും ആനയൂട്ട്, ഏകദേശം ഒരു 10ഓളം ആനകൾ പങ്കെടുക്കുന്ന ആനയൂട്ട്, പിന്നെ ഇല്ലനിറ, പുത്തിരി, വാവുബലി, ഇതെല്ലാം ഈ കർക്കിടക മാസത്തിൽ തൃപ്രയാർ ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ചടങ്ങുകളിലൊന്നാണ്. വളരെ വലിയ തിരക്കാണ് ഓരോ വർഷം കഴിയുന്തോറും നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം തന്നെ എല്ലാ അർത്ഥത്തിലും ഇവിടെ വളരെ നല്ല രീതിയിൽ ജീവനക്കാരും എല്ലാവരും കൂടി വളരെ നല്ല സഹകരിച്ച് നല്ല ദർശനങ്ങൾ ഇതുവരെയും നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷവും അതുമാതിരി ചെയ്തു കൊടുക്കുന്നുണ്ട്. കർക്കിടക മാസത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളായ മീനൂട്ട്, വെടി, ഹനുമാൻ സ്വാമിക്ക്
നിവേദിച്ച അവിൽ നിവേദ്യം, പിന്നെ പായസം, അമ്പുമില്ലും മറ്റേ സുന്ദരകാന്ഡം വായന തുടങ്ങിയ എല്ലാ വഴിപാടുകളും ഭക്തജനങ്ങൾക്ക് തടസ്സമില്ലാതെ ചെയ്യുന്നുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഗോശാലകൃഷ്ണന് വെണ്ണ നിവേദ്യം, പിന്നെ ഇവിടെ പ്രത്യേകത അയ്യപ്പസ്വാമിയുടെ ശാസ്താവിൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അമൃതകുംഭം കയ്യിൽ ഏന്തിയിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണുള്ളത്. അതുകൊണ്ട് തന്നെ അമൃത നിവേദ്യം പ്രധാനപ്പെട്ട വഴിപാട് തന്നെയാണ് അവിടെ. അങ്ങനെ നീരാഞ്ജനം തുടങ്ങി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് വരുന്ന ക്ഷേത്രത്തിലെ എല്ലാ വഴിപാടുകളും വളരെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകളില്ലാതെ ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളും വിവിധ കൗണ്ടറുകൾ അഡീഷണലായിട്ട് തുറന്നും എല്ലാ തരത്തിലും കൂടുതൽ ഡ്യൂട്ടിക്കാരെയൊക്കെ വെച്ച് കൂടുതൽ സൗകര്യങ്ങൾ എല്ലാ ഭക്തജനങ്ങൾക്കും ഒരുക്കിയിട്ടുള്ള കാര്യം കൂടി അറിയിക്കുന്നു. കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനം തൃപ്രയാറിൽ നിന്ന് തുടങ്ങി കൂടൽ മാണിക്യത്ത് ഭരതനെ തൊഴുത് മൂഴിക്കുളം ലക്ഷ്മണ പെരുമാളെ ദർശിച്ച് പായമ്മലിൽ ശത്രുഘ്നനെ കണ്ട് അവസാനിക്കുന്ന രീതിയിലാണ് നാലമ്പല ദർശനക്രമം. ഇവിടെ ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് മൂന്നാളെ തൊഴിൽ ദർശിച്ചതിൻ്റെ ഫലം കിട്ടും. അത് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ, വേറെ ഒരിക്കലും കിട്ടില്ല. ഇവിടെ തുടങ്ങിയപ്പോൾ ബാക്കി ഇളക്കലും തുടങ്ങി. ആദ്യം തുടങ്ങിയത് ഇവിടെയാണ് നാലമ്പല ദർശനം. ശംഖ ചക്ര ഗജാപരമാണ് സാധാരണ ചെറുപ്പം. ഇവിടെ അതല്ല, ശംഖം ചക്രമുണ്ട്, അത് വൈഷ്ണവത്തിനെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ അക്ഷമാലയുണ്ട്, അത് ബ്രഹ്മാവിനെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ ചാപുണ്ട്, വില്ല്, അത് ശിവനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ മൂന്ന് ദേവതകളെ ഭജിക്കുന്നതിൻ്റെ ഫലം കിട്ടും ഇവിടെ. അത് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ, വേറെ ഈ മൂന്നൊക്കെയൊന്നുമില്ല. നമസ്കാരം, ഞാൻ തരണനെല്ലൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രത്തിലെ തന്ത്രിയാണ്. ക്ഷേത്രത്തിലെ പൂജാവിശേഷങ്ങളെ പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശ്രീദേവിയോടും ഭൂമിദേവിയോടും, അതായത് ലക്ഷ്മി ദേവിയോടും ഭൂമിദേവിയോടും കൂടിയിട്ടുള്ള ശ്രീരാമചന്ദ്രനാണ് ഇവിടെ പ്രതിഷ്ഠ. അകത്തെ പൂജകളെല്ലാം 3 പൂജകളായിട്ട് തന്നെ വരും. അതായത് ഒരു ദിവസം 5 പൂജ ഉണ്ടെങ്കിൽ ഈ 5 പൂജയിലും ശ്രീരാമചന്ദ്രനെ പൂജിക്കുന്നതോട് കൂടിയിട്ട് ലക്ഷ്മി ദേവിയെയും ഭൂമിദേവിയെയും പൂജിക്കുകയാണ്. 3 ശിവേലിയുണ്ട്. രാവിലത്തെ ശിവേലി, ഉച്ച ശിവേലി, അത്താഴ ശിവേലി, അങ്ങനെ 3 ശിവേലിയാണ് വരുന്നത്. ഈ ശിവേലികളിൽ ആദ്യത്തെയും അവസാനത്തെയും, ഒരു ദിവസം ആദ്യത്തെയും അവസാനത്തെയും ശിവേലികളിൽ ആനയോട് കൂടിയിട്ട് ഗജസമേതമായിട്ടുള്ള ശിവേലിയാണ് വരുന്നത്. അതുപോലെ ഈ പൂജാ വിശേഷങ്ങളിലാണെന്നുണ്ടെങ്കിലും അതെ, രാവിലെ ഉഷ നിവേദ്യത്തോടു കൂടി തുടങ്ങുന്നു. അതിനുശേഷം എതിർത്ത പൂജ, അതിനുശേഷം പന്തീരടി പൂജ, ഉച്ചപൂജ. മിക്കവാറും എല്ലാ ദിവസവും ഉച്ചപൂജ കളഭത്തോടു കൂടിയിട്ടാണ്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നുകൂടിയാണ് കളഭം എന്ന് പറയുന്നത്. ഈ കളഭാഭിഷേകം എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ കോപത്തെ ശമിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുന്ന ഒന്നാണ്. ഒരു വളരെ വിശേഷമായിട്ട് കലശത്തിൽ കളഭം പൂജിച്ച് ആ ശീത സ്വഭാവത്തോടു കൂടിയുള്ള കളഭം അഭിഷേകം ചെയ്ത് ദേവനോട് ദേവൻ്റെ കോപ കലകൾ കുറയ്ക്കാൻ ആവശ്യപ്പെടുന്ന ഒരു വിശിഷ്ടമായിട്ടുള്ള പൂജയാണ് കളഭപൂജ എന്ന് പറയുന്നത്. ഒരുവിധം എല്ലാ ദിവസവും വഴിപാടായിട്ട് ആൾക്കാരുടെ വക സമർപ്പണമായിട്ട് കളഭപൂജയുണ്ട്. അത് ചിലപ്പോൾ 6-7 മാസത്തേക്ക് മുൻകൂട്ടി ബുക്കിങ്ങും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കളഭാഭിഷേകത്തോട് കൂടിയിട്ടുള്ള അഭിഷേകം തൊഴാനും ഒക്കെ ഒരുപാട് പേര് കളഭം മറ്റുള്ള ക്ഷേത്രങ്ങളിലെ കളഭാഭിഷേകവുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി വിശേഷമുണ്ട്. മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ കളഭാഭിഷേകത്തോടു കൂടി ആ കളഭം ഇറങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കളഭം ചാർത്തി വെക്കുക തന്നെയാണ്. ഈ കളഭം ചാർത്തി ആ ഒരു ദിവസം മുഴുവൻ ആ ദേവനെ തണുപ്പിച്ച് വെച്ച് പിറ്റേ ദിവസം രാവിലത്തെ പൂജയ്ക്കാണ് ഈ ആദ്യം വിഗ്രഹം കഴുകുന്ന സമയത്ത് മാത്രമേ ഈ കളഭം എടുത്ത് മാറ്റുന്നുള്ളൂ. മറ്റ്
വഴിപാടുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വളരെ വിശേഷപ്പെട്ടുള്ള ഒരു വഴിപാടാണ് മീനൂട്ട് എന്ന് പറയുന്നത്. അത് ആന്തരിക ശുദ്ധിയെ പ്രതിനിധീകരിക്കുന്നതാണ്. മത്സ്യം എപ്പോഴും ഈ പുഴയിലുണ്ടാവും. അതുപോലെ നമ്മൾ എത്ര തീറ്റ കൊടുത്തു കഴിഞ്ഞാലും അത് കഴിക്കാതെ വരുന്നൊരവസ്ഥയില്ല. അതുപോലെ ഒരു അകത്തേക്ക് ദർശനത്തിന് വരുന്ന ഭക്തൻ, ആ ഭക്തൻ തൻ്റെ ആന്തരിക ശുദ്ധിക്ക് ഏറ്റവും വിശേഷമായിട്ട് ചെയ്യാവുന്ന ഒരു വഴിപാടാണ് ഈ മീനൂട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വെടിവഴിപാട്. വെടിവഴിപാട് ഹനുമാൻ സീതാദേവിയെ കണ്ടു എന്ന് ഭഗവാനെ ശ്രീരാമചന്ദ്രനെ അറിയിക്കുന്ന തൃഷ്ട സീത എന്ന സ്ഫോടനാത്മകമായ ശബ്ദത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഭഗവാന്റെ കിങ്കരനായിട്ട് എപ്പോഴും കൂടെ തന്നെയുള്ള ഈ ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവിൽ നിവേദ്യം എന്ന് പറയുന്ന വിശിഷ്ട നിവേദ്യം കൂടി ഇവിടെ ചെയ്യുന്നത്. വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം. മീനത്തിലെ പൂരം നാളിൽ നടക്കുന്ന ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്നത് തൃപ്രയാർ തേവരാണ്. മീനത്തിലെ മകീരം നാളിൽ പുറപ്പെടുന്ന പൂരത്തിന്റെ ചടങ്ങുകൾ ആറാട്ടുപുഴ പൂരം കഴിഞ്ഞ് ഉത്രനാൾ രാത്രിയിലാണ് അവസാനിക്കുക. ഖരാസുരവധത്തിന് ശേഷം ഭഗവാന്റെ കോപത്തെ ശമിപ്പിക്കാനാണത്രേ കളഭാഭിഷേകം ചെയ്യുന്നത്. ഇത് വളരെ വിശേഷപ്പെട്ട ഒരു വഴിപാടാണ്. മറ്റൊരു പ്രധാന വഴിപാടാണ് വെടിവഴിപാട്. സീതയെ അന്വേഷിച്ചു പോയ ഹനുമാൻ ലങ്കയിൽ സീതയെ കണ്ട ശേഷം തിരികെ വരുമ്പോൾ കണ്ടൻ സീതയെ എന്ന് വിളിച്ചറിയിച്ചതിന്റെ പ്രതിധ്വനിയെ ആസ്പദമാക്കിയാണത്രേ വെടിവഴിപാട് നടത്തുന്നത്. വിശ്വാസികൾക്ക് ഹനുമാൻ സാന്നിധ്യത്തിന്റെ ശക്തമായ പ്രാതിനിധ്യമാണ് കദിനവെടി. ഉദ്ദിഷ്ട കാര്യസാധ്യത്തിന് വളരെ വിശേഷപ്പെട്ട ഒരു വഴിപാടാണ് വെടിവഴിപാട്. ഈ കർക്കിടക മാസത്തിൽ മാതൃകാ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹം ഏവർക്കും ലഭിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.